അയ്യോ ദാസേട്ടാ, എന്ത് പറ്റി? നമ്മുടെ രേണുവിന്റെ ഗാനം ഇറങ്ങിയിട്ടുണ്ട്. ഗാനത്തിന്റെ ഒരു റിവ്യൂ ആണ്. നമുക്ക് എന്തായാലും അത് ഒന്നൊന്നായിട്ട് കണ്ടിട്ട് അതിന്റെ ഒരു റിവ്യൂ പറയാം. ഓക്കെ, ആദ്യം തന്നെ ദാസുബായി വരുന്നുണ്ട് പെട്ടിയുമായിട്ട്. ഓ രേണു, നമ്മുടെ രേണു ചേച്ചി കള്ള്. ആഹാ, ദാസ് കോഴിക്കോട് ദാസൻ. പ്രണയക്കടുവ, അതായത് അങ്ങനെ പറയാം നമുക്ക്. ഓ എന്ത് രേണുവിന് കല്യാണം കഴിഞ്ഞ? എന്താ സംഭവം? ഓ അത് ക്ലൈമാക്സ് ആണ് കാണിച്ചത്. രേണു ഭയങ്കര സുന്ദരിയല്ലേ? ഈ പാട്ട് 3 കാമുകന്മാർ രേണുവിനൊപ്പം. ഓർക്കും നിങ്ങള് എന്തല്ലേ? രേണുവിന്റെ ഡ്രസ് വലിയ വിവാദം. കള്ളുക്കുപ്പി കാണുമ്പോ ചിരി വരുന്നുണ്ട്. ഓക്കെ, രേണുവിന്റെ ഡ്രസ് ചേഞ്ച് ആയിരിക്കുന്നു പൊന്നു പ്രേക്ഷകരെ. കാമക്കടുവയായി നമ്മുടെ ദാസേട്ടൻ. ഓ കോഴിക്കോട് ദാസിന് രേണുവിനെ ഇഷ്ടം. ഓ മൈ ഗോഡ്, കെട്ടിപ്പിടിക്കുന്നു. എന്തൊക്കെയാ നമ്മൾ ഈ കാണുന്നത്? എന്തൊക്കെയാ ഈ കാണുന്നത്? കണ്ടോ? രണ്ടുപേരും കാമക്കടുവയായിട്ട് പ്രണയം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ്. കോഴിക്കോട് ദാസൻ. ഒരു സംഗതി 18+ എഴുതി വെച്ചിട്ടുണ്ട് കള്ളു കുടിക്കുമ്പോ. ഓ എന്ത് പറ്റി? നോക്കി നടക്കണ്ടേ? നമ്മുടെ ദാസപ്പൻ ഇപ്പൊ കുത്തി വന്നേനെ. അതായത് ഈ സോങ് വിജയിച്ചോ എന്ന് സോങ് തീർന്നതിന് ശേഷം ഞാൻ പറയാം. ഓക്കെ, ദാസേട്ടന് കള്ളു കൊടുക്കുന്നുണ്ട് രേണു സുധി. ഒരുമിച്ചിടുന്ന് കുടിക്കുന്നു. യോ രേണു കള്ളു കുടിച്ചേ. കാമക്കടുവയായി രേണു നോക്കുന്നുണ്ട്. കാമക്കടുവയായി രേണു നോക്കുന്നുണ്ട്. ഹോ എന്തൊക്കെയായി കാണുന്നത്? എന്തൊക്കെയാണ് ഈ കാണുന്നത് പൊന്നു പ്രേക്ഷകരെ? ആരോ ഒന്ന് ഓടിക്കാൻ വേണ്ടി വരുന്നുണ്ട് ഹോട്ടലിൽ വെച്ച്. ശാരീരികമായി സോങ് അടിപൊളിയാണ്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ടെൻഷനായ ദാസപ്പൻ വീണ്ടും കള്ളു കുടിക്കുന്നു ഗൈസ്. പുതിയൊരു ചങ്ങായും കൂടി വന്നിട്ടുണ്ട്. അവനും കള്ളു കുടിക്കുന്നുണ്ട്. ഇവനാണ് രേണുവിനെ. വീണ്ടും കട ഉടമയും കൂടി എന്തോ ലൈംഗിക അതിക്രമം അല്ലല്ല. ഓ മൈ ഗോഡ്, കോഴിക്കോട് ദാസന് രേണു സുധി ചതിക്കുന്നു. ദാസനെ ചതിച്ചു. ദാസന്റെ ഒപ്പം കള്ളു കുടിച്ചിട്ട് രേണു കണ്ടവന്റെ കൂടെ പോയി. ഇത് വലിയൊരു ചതിയായി പോയി. കോഴിക്കോട് ദാസ, നമ്മളെന്ത് ചെയ്യുന്നു? എന്റെ കണ്ണിലും വെള്ളം വരുന്നുണ്ട് ഗായ്സ്. ഓക്കെ, കോഴിക്കോട് ദാസ്. ഓ കോഴിക്കോട് ദാസൻ വരുന്നുണ്ട്. ദാസൻ കണ്ണീരോടെയാണ് വരുന്നത് പൊന്നുമക്കളെ. ഓ ദാസന്റെ ഇന്ന് രാത്രി ദാസൻ കിടന്നുറങ്ങുന്നില്ല. രേണുവെന്ന ദാസൻ സ്വപ്നമാണ്. അതായത് ലോകസുന്ദരിയായ രേണുവിന് ദാസന് നഷ്ടപ്പെടുകയാണ്. പാവം ദാസപ്പൻ. ഇതൊരു വല്ലാത്തൊരു ചതിയായി പോയി.
കെട്ടിപ്പിടുത്തമാണ്. ആരെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഓ മൈ ഗോഡ്, രേണുവിനെ ചതിക്കുകയാണ്. ഓ മൈ ഗോഡ്, ദാസപ്പനെ ചതിച്ച രേണുവിനെ മറ്റു ചങ്ങായി പുതിയൊരുത്തനെയും കൂടി കൊണ്ടുവന്നിട്ട് ആകെ പ്രശ്നമാണ്. രേണു ആകെ തളർന്ന് തരിപ്പണമായി എല്ലാം സുധിച്ചേട്ടന് വേണ്ടി എന്ന് ആകെ ഭ്രാന്തോടുകൂടി രേണു നടന്നുകൊണ്ട് വരുന്ന രംഗമാണ് ക്ലൈമാക്സ്. ഇതൊരു മറ്റേടത്ത ക്ലൈമാക്സ് ആയി പോയി. നമ്മുടെ രേണു സുധി കരഞ്ഞും പ്രണയം എല്ലാം നഷ്ടപ്പെട്ട് രേണുവിന്റെ അവസ്ഥ വളരെ വളരെ ഗുരുതരമാണ് പുനഃപ്രേക്ഷകർ. അപ്പൊ നമുക്ക് പാട്ടിന്റെ റിവ്യൂയിലേക്ക് പോവാം. പാട്ട് നിങ്ങൾ കേട്ടിനോ എന്ന് എനിക്കറിയില്ല. കേട്ടില്ലെങ്കിൽ കള്ളും കുപ്പിയും ഒന്ന് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ പാട്ട് കിട്ടും. അത് നല്ല പാട്ടാണ്. പക്ഷേ അഭിനയം എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഴിക്കോട് ദാസന്റെ അഭിനയം വളരെ വളരെ മോശം. രേണു കൊടുത്തത്, അതായത് ഇതൊരു നല്ല ക്യാരക്ടറാണ് രേണുവിന് കിട്ടിയത്. ഇല്ലെങ്കിൽ 18 വയസ്സായ രേണു പ്രണയിക്കുന്നു, അങ്ങനെയാണ്. ഇത് കള്ള് ഷോപ്പിൽ ഇപ്പൊ ചില ചേച്ചിമാർക്ക് ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ രേണുവിന് കൊടുത്ത ക്യാരക്ടർ രേണു വൃത്തിയായിട്ട് ചെയ്തിനും. സ്റ്റോറി എങ്ങനെയാണ്, അതായത് ആ ഒരു സ്റ്റോറിയിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്റ്റോറിയാണ് കൊടുത്തത്. കോഴിക്കോട് ദാസൻ ആദ്യം പ്രണയിക്കുന്നു, രേണുവും കോഴിക്കോട് ദാസനെ പ്രണയിക്കുന്നു. ഏറ്റവും അവസാന നിമിഷം കോഴിക്കോട് ദാസനെ രേണു ചതിക്കുന്നു. പിന്നീട് ആ ഒരു പയ്യനും രേണു കോഴിക്കോട് ദാസനും കൂടി കെട്ടിയ പിന്നീട് ആ പയ്യനും കൂടി ചതിക്കുന്നു. അതപ്പോ ഈ ഒരു ഗാനം കേൾക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ആരും വന്നിട്ടില്ല. അപ്പോൾ ഒരു കാര്യം പറയാം, ഏകദേശം നല്ലൊരു സോങ്ങും നല്ല ഒരു ഇതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. രേണു സുധി ഒരു എതിർപ്പുണ്ട്, പക്ഷെ ഈ ഒരു ഗാനം അത്യാവശ്യം നല്ലതായിട്ടാണ് ഞാൻ പേഴ്സണലി കണ്ടത്. അപ്പോൾ പൊന്നു പ്രേക്ഷകരെ, ഇത് എന്താണ് നഷ്ടക്കച്ചവടം? ഭയങ്കര നഷ്ടക്കച്ചവടമാണ്. 1 മണിക്കൂർ കൊണ്ട് 975 വ്യൂസ് ആണ് ഇതിന് കിട്ടിയത്. അതായത് നമ്മൾ ഓർക്കണം, ഈ ഒരു പാട്ട് തയ്യാറാക്കണമെങ്കിൽ നല്ല പണിയുണ്ട്. അപ്പൊ ഞങ്ങൾ സാധാരണ റിവ്യൂ ചെയ്യുന്നത് ഇങ്ങനെ, ഞാൻ കാറിൽ വന്നിരിക്കുന്നു, ലൈറ്റ് ഓൺ ചെയ്യുന്നു, മൈക്ക് വെക്കുന്നു, എഡിറ്റ് ചെയ്യുന്നു. ഇതിനും പണിയുണ്ട്. അങ്ങനെ ഒരു മണിക്കൂറിന്റെ പണിയാണ്. 10 മിനിറ്റിന്റെ വീഡിയോ ഇടുന്നെങ്കിൽ അരമണിക്കൂറിന്റെ പണിയാണ്. നേരെ മറിച്ചിട്ട് ഒരു 5 മിനിറ്റ് 6 മിനിറ്റിന്റെ ഒരു ആൽബം തയ്യാറാക്കണമെങ്കിൽ നല്ല പണിയുണ്ട് പൊന്നു പ്രേക്ഷകരെ. എത്ര 10-15 ദിവസം ഷൂട്ടായി. അതിനുശേഷം ആ ഷൂട്ട് വലിയ വിവാദമായി. അതുകൊണ്ടാണ് ഞാൻ പോസിറ്റീവ് പറഞ്ഞത്. അത്യാവശ്യം നല്ല കൊള്ളുന്ന ഒരു പാട്ടായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഒരു യൂട്യൂബർ എനിക്കെതിരെ പൊട്ടിത്തെറിച്ചിട്ടുണ്ട് രേണു സുധി വിഷയത്തിൽ. അതിനെന്താ ബ്രോ റീപ്ലൈ കൊടുക്കാത്തത് എന്ന് കുറെ പേര് പറയുന്നുണ്ട്. പൊന്നു പ്രേക്ഷകരെ, ആ ഒരു യൂട്യൂബർ മാത്രമല്ല, കുറെ ഇന്ന് ചാനൽ തുടങ്ങി അല്ലെങ്കിൽ ഇന്നലെ ചാനൽ തുടങ്ങിയ ചില യൂട്യൂബേഴ്സ് നമുക്കിട്ടിട്ട് പണി തരുന്നുണ്ട്. അത് ഈ രേണു വിഷയത്തിൽ നിന്നല്ല, ഞാനിപ്പോൾ പൊളിറ്റിക്സ് ആയിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങൾ സൈഡിൽ വെച്ചുകൊണ്ട് അവൻ അറിയാണ്. അത് നമ്മളെടുത്ത് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ വൈറലാവുന്നു. അതിനുവേണ്ടി കളിക്കുന്ന കളിയാണ്. അപ്പോൾ ഇന്ന് രേണുവിന്റെ ആ ഒരു പാട്ട് നിങ്ങൾ എല്ലാവരും കാണണമെന്ന് പറയാം ഞാൻ. കോഴിക്കോട് ദാസന്റെ അഭിനയം 100-ൽ എത്ര മാർക്ക് ബ്രോ? 100-ൽ എത്ര മാർക്ക് കൊടുക്കാം? ഒരു 65 മാർക്ക് കൊടുക്കാം രേണുവിന്. ഓക്കെ, 100-ൽ 65 മാർക്കാണ്. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആയത്. ഇപ്പോൾ നമ്മുടെ അതിലൊക്കെ വരാറുണ്ട് റിവ്യൂ ആയിട്ട്. സത്യം പറഞ്ഞാൽ വെയിറ്റിംഗ് ആണ്. അതിന്റെ തംബ്നെയിൽ കാണാൻ വെയിറ്റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടേതല്ല, രേണു അങ്ങനെ പുതിയൊരു ആൽബം അങ്ങ് പുറത്തിറക്കിയിട്ടുണ്ട്. രേണു നിലവിൽ ദുബായിലാണ്. ദുബായിൽ നിന്ന് എന്ന് നാട്ടിൽ വരുമെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ പൊന്നു പ്രേക്ഷകരെ, തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതൊരു കുഞ്ഞു റിവ്യൂ ആണ്. ഓക്കെ.